ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല എത്തിയതോടെ ചില കാര്യങ്ങൾക്ക് തീരുമാനമായിരിക്കുകയാണ്. ഇനി തലസ്ഥാനം രക്തരൂക്ഷിതമായ ഒരു ഏറ്റുമുട്ടലിന് സാക്ഷിയാകില്ല. ആരുടെ മേലും കുതിര കയറാമെന്ന ചിന്തയിൽ ഇനി യുവജന സംഘടനകൾ കുറുവടികളുമായി തെരുവിലിറങ്ങില്ല. പോലീസിന് നേരെ കല്ലെറിയില്ല, കണ്ണിൽ കണ്ടതൊന്നും തല്ലി തകർക്കില്ല. കാരണം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ തലയിൽ വിരിഞ്ഞ കാഞ്ഞ ബുദ്ധിയിൽ അടപടലം തേഞ്ഞിരിക്കുന്നത് SFI, DYFI സംഘടനകളിലെ കുട്ടി സഖാക്കന്മാരാണ്. നേരത്തെ സമരമുഖത്ത് എന്തുമെറിഞ്ഞു തകർക്കാൻ സാധിക്കുമായിരുന്നു ഇടതുപക്ഷ നേതാക്കൾക്ക്. ചോദിക്കാനും പറയാനും ആരുമില്ല. പോലീസ് ജീപ്പുകൾ അഗ്നിക്കിരയാക്കാം, നിയമപാലകർ കണ്ടില്ലെന്ന് നടിക്കും. അത്തരം തല്ലിപ്പൊളി നീക്കങ്ങൾ നടത്തുന്നവന്മാർ ആജീവനാന്തകാലം ദുഃഖിക്കേണ്ടി വരും. ഇവിടെയാണ് രമേശ് ചെന്നിത്തലയുടെ ബുദ്ധി പ്രവർത്തിച്ചത്. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നടന്ന സമര പരമ്പരയിൽ 200-ലേറെ ഇടതുപക്ഷ യുവജന സംഘടനാ പ്രവർത്തകർക്ക് നേരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതും ഗുരുതര വകുപ്പുകൾ ഉൾപ്പെടെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസുകൾ ഒന്നുപോലും ഇനി പോലീസ് സ്റ്റേഷനിൽ പൊടി പിടിച്ച് കിടക്കരുതെന്ന് ചെന്നിത്തല നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതായത് കൃത്യമായ ഹിയറിങ്ങുകൾ ഉണ്ടാകും, നിയമ നടപടികൾ ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് അഴിഞ്ഞാടിയ യുവജന സംഘടനാ പ്രവർത്തകർക്ക് ഇനി ഒരു പാസ്പോർട്ടിന് പോലും അപേക്ഷിക്കാൻ സാധിക്കില്ല. കുരുക്ക് തങ്ങൾക്ക് തലയുടെ മുകളിൽ മുറുക്കിയെന്നറിഞ്ഞ സഖാക്കന്മാർ AKG സെന്ററിൽ കയറിയിറങ്ങി കേസ് പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും നേതാക്കന്മാർ കൈമലർത്തി. എന്തായാലും ചെന്നിത്തലയുടെ കാഞ്ഞ ബുദ്ധിയിൽ പിറന്ന ചില തന്ത്രങ്ങൾ സംസ്ഥാനത്ത് ശക്തമായ ഭരണപരിഷ്കാരങ്ങളിലേക്കാണ് പോകുന്നത്. കരുണാകരന്റെ രാഷ്ട്രീയ പാഠശാലയിൽ വളർന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. സംഘടനയും അധികാരവും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പഠിച്ച നേതാവെന്ന വിശേഷണം വർഷങ്ങളായി രമേശ് ചെന്നിത്തലയെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വീണ്ടും അദ്ദേഹത്തിന്റെ കൈകളിലെത്തിയതോടെ കേരളം ഇനി കാണാൻ പോകുന്നത് വെറും ഭരണ നടപടികളല്ല, കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളിലായിരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ അടുത്തിടെ നടന്ന സംഭവങ്ങൾ അതിന് ഉദാഹരണമാണെന്ന അഭിപ്രായമാണ് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. പുറമേ നോക്കുമ്പോൾ അത് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ ആവേശ സമരമായിരുന്നു. മുദ്രാവാക്യങ്ങളും പ്രതിഷേധവും ഏറ്റുമുട്ടലും നിറഞ്ഞ ഒരു രാഷ്ട്രീയ ദിനം മാത്രമാണെന്നും പറയാം. പക്ഷേ സംഭവങ്ങളുടെ ഒടുവിലത്തെ ചിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ നേട്ടം സമരക്കാർക്കല്ല, നിയമ സംവിധാനത്തിനും പോലീസിനുമാണ് ലഭിച്ചതെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. പ്രതിഷേധത്തിന്റെ പേരിൽ തെരുവിലിറങ്ങിയ നൂറുകണക്കിന് യുവാക്കൾക്ക് ഇന്ന് നേരിടേണ്ടി വരുന്നത് ഗുരുതര കേസുകളാണ്. കോടതി കയറ്റങ്ങൾ, പോലീസ് സ്റ്റേഷൻ ഹാജരാകലുകൾ, ഭാവിയിൽ സർക്കാർ ജോലികൾക്കും പാസ്പോർട്ടിനും വരെ ബാധകമായേക്കാവുന്ന നിയമപ്രശ്നങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാവുകയാണ്. അതേസമയം പോലീസിന് ലഭിച്ചതോ അത്യന്തം ശക്തമായ തെളിവുകളാണ്. ഒരു വെടിപോലും പൊട്ടിക്കാതെ, വലിയ രക്തച്ചൊരിച്ചിലോ അതിക്രമപരമായ പോലീസ് നടപടികളോ ഇല്ലാതെ 300-ലേറെ പേരെ നിയമത്തിന്റെ ചങ്ങലയിലാക്കാൻ പോലീസിന് കഴിഞ്ഞു. ക്യാമറകളെല്ലാം പകർത്തി. വാഹന നശീകരണവും ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണ ശ്രമങ്ങളും പോലീസിന്റെ ഡിജിറ്റൽ ഫയലുകളിലേക്ക് തെളിവുകളായി മാറിക്കഴിഞ്ഞു. സമരസേനയായി തെരുവിലിറങ്ങിയവർ ഒറ്റ നിമിഷം കൊണ്ട് പ്രതിപട്ടികയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇവിടെയാണ് ചിലർ കാഞ്ഞ ബുദ്ധി എന്ന് വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയ ഭരണതന്ത്രം കാണുന്നത്. ആവേശത്തിൽ പ്രതിഷേധം നടത്തിയവർ നിയമത്തിന്റെ വലയിലാകുമ്പോൾ ഭരണകൂടം ശാന്തമായി മുഴുവൻ നിയന്ത്രണവും സ്വന്തമാക്കി കഴിഞ്ഞു. വികാരാധിഷ്ഠിത സമരം ഒടുവിൽ പോലീസിന്റെ ഓപ്പറേഷനായി മാറിയെന്ന വിലയിരുത്തലും അതുകൊണ്ടാണ് ഉയരുന്നത്. ഇതിൽ കൂടുതൽ കൗതുകമുണർത്തുന്ന മറ്റൊരു സംഭവവികാസവും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. പോലീസ് അസോസിയേഷൻ നേതൃലേബലിലൂടെ ശ്രദ്ധ നേടിയിരുന്ന ഉദ്യോഗസ്ഥനെ യൂണിഫോമിൽ മ്യൂസിയം SHO ആയി നിയോഗിച്ചതും തുടർന്നുണ്ടായ വിവാദങ്ങളും പിന്നീടുണ്ടായേക്കാവുന്ന നടപടികളും ഇതെല്ലാം മുൻകൂട്ടി കണക്കുകൂട്ടിയ നീക്കങ്ങളുടെ ഭാഗമായിരുന്നോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. രാഷ്ട്രീയ ആവേശത്തിൽ തെരുവിലിറങ്ങുന്ന യുവാക്കളെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ആരാണ് എന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട്. വിപ്ലവം എന്ന പേരിൽ നടത്തുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ അവസാന ചിത്രം പലപ്പോഴും ജയിലുകളും കേസുകളും ജീവിതകാലം മുഴുവൻ പിന്തുടരുന്ന നിയമപ്രശ്നങ്ങളുമാകുമ്പോൾ അതിനെ രാഷ്ട്രീയ ബുദ്ധിയെന്ന് വിളിക്കണോ, രാഷ്ട്രീയ ചതുരംഗമെന്ന് വിളിക്കണോ എന്നാണ് കേരളം ചോദിക്കുന്നത്. ഇനി തെരുവിലിറങ്ങി സർക്കാരിനെ അകാരണമായി ആക്രമിക്കാൻ തുനിയുന്നവരുടെ കൈ ഒന്ന് വിറച്ചേക്കാം. കാത്തിരിക്കുന്നത് കാരാഗ്രഹത്തിന്റെ കറുത്ത ദിനങ്ങളാണെന്ന ചിന്ത അവരെ വലയ്ക്കുന്നുണ്ട്.